ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൽ ബൈവേരിയേറ്റ് കേസിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസും കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആകാം, ഡിപ്പെൻഡൻ്റ് ആകാം. ഓക്കെ, അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ f1(x) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് fx(x) എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ f1(x) കണ്ടുപിടിക്കാൻ എക്സ് വൈയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ f1(x) എങ്ങനെ കണ്ടുപിടിക്കുക? സമ്മേഷൻ ഓവർ y f(x, y). ഇനി എക്സും വൈയും കണ്ടിന്യൂസ് ആണെങ്കിലോ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കണം. ഇൻ്റഗ്രേഷൻ ഓവർ y f(x, y) dy. അപ്പം എക്സിൻ്റെ ടേംസിൽ ആ ഫങ്ഷൻ നിൽക്കണം. അതിനുവേണ്ടി വൈനെ വാല്യൂസ് കൊടുത്ത് നമ്മൾ, അല്ലെങ്കിൽ വൈയുടെ റേഞ്ച് കൊടുത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ ഇനി വൈയുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ എക്സിൻ്റെ വാല്യൂസ് കൊടുത്ത് വൈയുടെ ടേംസിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ എക്സിൻ്റെ റേഞ്ച് കൊടുത്തതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, അപ്പം നമുക്ക് എക്സസൈസിലുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കി തന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് നോക്കാം. എക്സസൈസിൻ്റെ ആൻസറായിട്ട് നോക്കാം. എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് നമുക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടി ജനറൽ ഫോർമുല ഒന്ന് നോക്കാം. അപ്പം എക്സ് ഗിവൺ വൈ തന്നിട്ടുണ്ട്. എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനാണ് കാണേണ്ടത്. ആണെങ്കിൽ f(x) ഗിവൺ വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? f(x y) ഡിവൈഡഡ് ബൈ f(2)(y). അതായത് ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷനെ വൈയുടെ ഏതാണോ ഗിവൺ റാൻഡം വേരിയബിൾ അതിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം f(y) ഗിവൺ x എന്ന് പറയുന്നത് f(x y) ഡിവൈഡഡ് ബൈ f(1)(x). ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 79. അപ്പം എന്താണ്? ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ബൈവേരിയേറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? ഡിസ്ക്രീറ്റ് ആണ്. എക്സിൻ്റെ വൈയുടെ വാല്യൂസ് 0, 1, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റേഞ്ച് അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വൈയുടെയും മാർജിനൽ ഡെൻസിറ്റീസും പിന്നെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഫോർ x ഈക്വൽ ടു സ്മോൾ എക്സ് അല്ലേ? അത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പം അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ആദ്യമേ എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കാണാം. f1(x) എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ ഓവർ y f(x, y) അല്ലേ? ഫോർമുല എഴുതി. ഇനി വൈക്ക് 0, 1, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സം എടുക്കണം. എന്ത് കിട്ടുന്നേ? 3x + 6/27. കോമൺ ആയിട്ടൊരു 3 ഉണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x + 2/9. തീർന്നോ? റേഞ്ച് എഴുതണം അല്ലേ? ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുമ്പം റാൻഡം വേരിയബിളിൻ്റെ റേഞ്ച് എഴുതണം. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ റേഞ്ച് എന്താണ്? x ഈക്വൽ ടു 0, 1, 2. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സമ്മേഷൻ ഓവർ x f1(x) 1 ആയി കിട്ടണം അല്ലേ? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. പിന്നെ സമ്മേഷൻ ഓവർ x f1(x) എന്ത് കിട്ടും? 2 + 3 + 4/9. എന്താണ്? 9/9, 1 ആണ് ആൻസർ. അപ്പോൾ ഇതുപോലെ f2(y) കാണാം. f2(y) നോക്കിക്കേ. f1(x) കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ ചെയ്യുവാണ്. അപ്പം ഫൈനൽ ആൻസർ എഴുതുമ്പം വൈയുടെ റേഞ്ച് എഴുതണം. അപ്പം 0 അതർവൈസ് അല്ലേ? വൈ വേറെ ഏതൊരു വാല്യൂ എടുത്താലും f2(y) 0 ആണ്. വൈ 0, 1, 2 ആകുമ്പോൾ മാത്രമേ ഈ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം അതും കൂടെ എഴുതി ചേർക്കണം. അപ്പോൾ f1(x)ഉം f2(y)യും നമ്മൾ കണ്ടു. ഇനി കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? അപ്പം കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷനെ എക്സിൻ്റെ ഏതാണോ ഗിവൺ റാൻഡം വേരിയബിൾ അതിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എന്ത് കിട്ടി? x + 2y/3 × x + 2. അപ്പോൾ അത്
വൈയുടെയും ഗിവൺ എക്സിൻ്റെയും ടേംസിലായിരിക്കും. പക്ഷെ റേഞ്ച് വരുന്നത് ഏതിനാണ്? ഏത് റാൻഡം വേരിയബിൾ ആണ്? എക്സിനൊരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ടാവും അല്ലേ? എക്സ് ഗിവൺ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് വരുന്നത് വൈയുടെ ടേംസിലാണ്. വൈയുടെ വാല്യൂ വൈ ഈക്വൽ ടു 0, 1, 2 ആൻഡ് 0 അതർവൈസ്. അപ്പം ഇങ്ങനെയാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. ഇനി ചിലപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ ജോയിൻ്റ് ഡെൻസിറ്റി ടേബിൾ ഫോമിലായിരിക്കും തരിക. അപ്പം അങ്ങനെയുള്ള കേസിൽ മാർജിനലും കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസും എങ്ങനെ കാണാം? അപ്പം നിങ്ങൾക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആ പേജിൽ തന്നെയുള്ള ആറാമത്തെ ക്വസ്റ്റ്യൻ. ടേബിൾ ഫോമിൽ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഇതിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? കോളം സമം റോ സമം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം കോളം വൈസ് എഴുതിയിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂസ് ആണ് അല്ല, എക്സ് -1, 0, 1. അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ആണ് കോളം വൈസ്. അതായത് എക്സ് -1ഉം വൈ -1ഉം ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് വൈ ആണ് 0.1. അപ്പം വൈയുടെ എല്ലാ വാല്യൂസിനും എക്സ് -1 ആകുമ്പോഴുള്ള വാല്യൂ ആഡ് ചെയ്യണം. അതായത് F1 ഓഫ് -1 എന്ന് പറയുന്നത് 0.4. ക്ലിയർ ആണോ? ഫസ്റ്റ് കോളത്തിൻ്റെ സമ്മാണ് 0.4. അപ്പോൾ സെക്കൻഡ് കോളത്തിൻ്റെ സം എന്താണ്? F1 ഓഫ് 0. തേർഡ് കോളം F1 ഓഫ് 1. ഓക്കെ, അപ്പം എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റീസ് അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അത് പറഞ്ഞ പോലെ എക്സിൻ്റെ വൈയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടല്ല എഴുതുക. ഇങ്ങനെയുള്ളൊരു ടേബിൾ തരുന്ന കേസിൽ നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. എക്സിൻ്റെ വൈയുടെയും ഓരോ വാല്യൂവിനും F1 ഓഫ് എക്സും F2 ഓഫ് വൈയും ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പം എങ്ങനെ F1 ഓഫ് എക്സ് എടുത്ത് എഴുതാൻ പറ്റും? റൈറ്റ് സൈഡിൽ നോക്കിക്കേ. F1 ഓഫ് എക്സ് എഴുതിയിരിക്കുന്നത് F1 ഓഫ് എക്സ് ഈക്വൽ ടു 0.4 ഫോർ എക്സ് ഈക്വൽ ടു -1, 0. 0.2 ഫോർ എക്സ് ഈക്വൽ ടു 1. പിന്നെ എഴുതാം 0 അതർവൈസ്. ഓക്കെ, അത്ര എഴുതാം. അങ്ങനെയാണ് F1 ഓഫ് എക്സ് എഴുതുക. അല്ലെങ്കിൽ എഴുതാം F1 ഓഫ് -1 ഈക്വൽ ടു 0.4, F1 ഓഫ് 0 ഈക്വൽ ടു 0.4, F1 ഓഫ് 1 ഈക്വൽ ടു 0.2. അങ്ങനെയും എഴുതാം. അപ്പം F2 ഓഫ് y എന്താണ്? F2 ഓഫ് -1 0.2, F2 ഓഫ് 0 0.6, F2 ഓഫ് 1 0.2. അത് റോ സം ആണ് വരിക. അതായത് വൈയുടെ ഓരോ വാല്യൂവിലും ഇപ്പം y -1 ആകുമ്പം എക്സിൻ്റെ എല്ലാ വാല്യൂവിനുമുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് F2 ഓഫ് -1 കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് F2 ഓഫ് y എഴുതുക. ഇനി കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോഴോ? കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ തന്നെ എക്സിൻ്റെ ഓരോ വാല്യൂവിനും വൈയുടെ ഓരോ വാല്യൂവിനും ഡിഫൈൻ ചെയ്യണം. അത് നോക്കാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കാണണം എന്ന് വെച്ചു. അപ്പം വൈയുടെ ഓരോ വാല്യൂവിനുമുള്ള കണ്ടീഷണൽ ഡെൻസിറ്റി കാണണം. അതായത് വൈ ഈക്വൽ ടു -1 ആകുമ്പം എക്സിൻ്റെ, അപ്പം എക്സിൻ്റെ എങ്ങനെയാണ് കാണുന്നത്? എക്സിൻ്റെ ഓരോ വാല്യൂവിനും അത് കാണണം. അതായത് എക്സ് -1ഉം വൈ -1. വൈ ഈക്വൽ ടു -1 എന്നാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു -1. അപ്പം എക്സിനും -1നും 0യ്ക്കും 1നും എടുക്കുന്നത് സെപ്പറേറ്റ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇവിടെ ടേബിൾ ഫോമിലാണ് നമുക്ക് ഡെൻസിറ്റീസ് പ്രോബബിലിറ്റീസ് തന്നിരിക്കുന്നത് അല്ലേ? ഡെൻസിറ്റി ഫംഗ്ഷൻ ടേബിൾ ഫോമിലാണ് തന്നിരിക്കുന്നത്. അല്ല, ഒരു ഫംഗ്ഷൻ്റെ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഫ് ഓഫ് എക്സ് വൈ ബൈ F2 ഓഫ് വൈ എഴുതാം. പക്ഷേ ഡിസ്ക്രീറ്റിൽ ടേബിൾ ഫോമിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നു കഴിയുമ്പം നമ്മൾ ഓരോ വാല്യൂവിനും ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എഫ് ഓഫ് എക്സ് വൈ കാണാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് -1 അതായത് എക്സ് -1ഉം വൈ -1ഉം ആകുന്ന കേസിൽ എഫ് ഓഫ് -1 ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.1. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? F2 ഓഫ് വൈ അറ്റ് -1 അതായത് 0.2. ഓക്കെ, അതേപോലെ അടുത്തത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പം എന്താണ്? എഫ് ഓഫ് 0 -1 ഡിവൈഡഡ് ബൈ F2 ഓഫ് -1. അടുത്തത് എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു -1 ആകുമ്പം
എഫ് ഓഫ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ F2 ഓഫ് മൈനസ് 1. ദ ആൻസർ 0 ആണ്. ഇങ്ങനെ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കാണാൻ ഇപ്പോൾ വൈയുടെ -1 കണ്ടുപിടിച്ചു. ഇനി y 0 ആകുമ്പോൾ ഉള്ള അടുത്ത 3 കണ്ടുപിടിക്കണം. പിന്നെ y 1 ആകുമ്പോൾ ഉള്ള അടുത്ത 3. അങ്ങനെ 9 വാല്യൂസ് ഉണ്ട് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കാണാനായിട്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിളായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടേബിളായിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 3 വെക്ടേഴ്സായിട്ട് എഴുതാം. അതായത് ഫോർ y ഈക്വൽ ടു -1 3 വാല്യൂസ്. ഓക്കെ. പിന്നെ ഫോർ y ഈക്വൽ ടു 0 3 വാല്യൂസ്. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. എടുത്തെഴുതേണ്ട എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടേബിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള പോലെ എഴുതാമല്ലോ. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു -1 ഈക്വൽ ടു സംതിങ് ഫോർ എക്സ് ഈക്വൽ ടു -1, സംതിങ് ഫോർ എക്സ് ഈക്വൽ ടു 0, സംതിങ് ഫോർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആൻസറാണ് കേട്ടോ. എഫ് ഓഫ് -1 എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന്. ടേബിളിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് എഫ് ഓഫ് -1. F2 ഓഫ് 1 എന്ത് കിട്ടും? വൈയുടെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന്. ഓക്കെ. അപ്പം കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു -1 ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതുക. എക്സ് ഗിവൺ വൈ ആണെങ്കിൽ അടുത്തത് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു 0. ഇതുപോലെ തന്നെ കേസസിനുള്ളിൽ എഴുതാം. അടുത്ത എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു 1. അങ്ങനെ 3 ആൻസർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പം ടേബിൾ ഫോമിൽ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷനായിട്ട് ഇതിനെ എഴുതാൻ പറ്റത്തില്ല. സിംഗിൾ ആൻസർ ആയിരിക്കത്തില്ല. അതിൻ്റെ എല്ലാ വാല്യൂസിനും ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 6ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സും വൈയും അൺകോറിലേറ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? കൊവേരിയൻസും എക്സ്പെക്റ്റേഷനും ഒക്കെ കണ്ടുപിടിക്കണം. കൊവേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി മതി. എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ മാർജിനൽ പ്രോബബിലിറ്റി മതി. ഇനി വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു -1 എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ആദ്യമേ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു -1 കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ വാല്യൂസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയറും കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇങ്ങനെ ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇത് ജോയിൻറ്റ് പ്രോബബിലിറ്റി ടേബിൾ ആണെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കാണാൻ എന്താണ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു എൻട്രി നോക്കുക. ഫസ്റ്റ് എൻട്രി നോക്കി എഫ് ഓഫ് -1 എന്താണ്? 0.1. കറസ്പോണ്ടിങ് മാർജിനൽ ഡെൻസിറ്റീസ് എന്തൊക്കെയാണ്? F1 ഓഫ് -1 0.4ഉം F2 ഓഫ് -1 0.2. അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. 0.4 ഇൻറ്റു 0.2 0.1 ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൈയുടെയും എക്സിൻ്റെ ഓരോ വാല്യൂ ഫസ്റ്റ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ മാർജിനൽ പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റ് അല്ല ജോയിൻറ്റ് പ്രോബബിലിറ്റി വരുന്നത്. സോ ബാക്കിയെല്ലാം അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒറ്റ ഒരെണ്ണം തെറ്റിയതുകൊണ്ട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ തരുന്ന കേസിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കറസ്പോണ്ടിങ് മാർജിനൽസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി എടുത്താണ് വരച്ചു വെച്ചിരിക്കുന്നതാണ് 0.1. 0.1ന് കറസ്പോണ്ടിങ് 0.2ഉം താഴെ കോളം സമയമായിട്ട് 0.4ഉം 0.2 ഇൻറ്റു 0.4 0.1 ആണ്. അല്ല, ഇനി നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു എൻട്രി 0 ഉണ്ട് അല്ലേ? അപ്പോൾ 0യ്ക്ക് കറസ്പോണ്ടിങ് മാർജിനൽസ് 0.2ഉം 0.2ഉം 0.2ൻ്റെയും പ്രൊഡക്റ്റ് ഒരിക്കലും 0 അല്ല. സോ ഇൻഡിപെൻഡൻ്റ് റാൻഡം വേരിയബിൾസ് അല്ല. ഓക്കെ. അതാണ് ഇങ്ങനെ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൈ F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. ഫംഗ്ഷനായിട്ട് തന്നാലും ടേബിളായിട്ട് തന്നാലും മാർജിനലും കണ്ടീഷനും ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക്
കണ്ടിന്യൂസിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യാം. അവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ. എന്താ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത്? 0 > x, y < 1. എന്നുവെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0യും വൈ < 1 അങ്ങനെയല്ല, എക്സും വൈയും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. പക്ഷേ എക്സും വൈയും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. എക്സും വൈയും തമ്മിൽ റിലേഷനൊന്നും റേഞ്ചിനുള്ളിൽ പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, റേഞ്ചിനുള്ളിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർജിനലും കണ്ടീഷണൽ ഡെൻസിറ്റീസും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതല്ല, കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്കിതിൻ്റെ മാർജിനൽസും കണ്ടീഷണൽസും ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇപ്പം റിയൽ ലൈനിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനുള്ളിൽ ഷെയ്ഡഡ് റീജിയൻ ആണ് എക്സും വൈയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? എക്സ് വൈയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീജിയൻ. അപ്പം എക്സും വൈയും തമ്മിൽ ഇവിടെ റിലേഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ആ ഒരു സ്ക്വയർ ഫോമിലാണ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് f1 ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ എക്സും വൈയും തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റേഞ്ച് കാണുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 0 തൊട്ട് 1 വരെയാണ് റേഞ്ച് വരിക. അപ്പം എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ എന്താ ആൻസർ വരുന്നത്? എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2. വൈക്ക് 0 to 1 റേഞ്ച് കൊടുക്കുക, എന്നിട്ടും വൈ എക്സ് പ്ലസ് 1/2, അല്ലേ? അതെ, എക്സ് പ്ലസ് 1/2 എന്താണ് കൂടെ കൊടുക്കേണ്ടത്? എക്സിൻ്റെ റേഞ്ച്, അല്ലേ? f1 ഓഫ് എക്സ് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, അപ്പം എക്സിൻ്റെ റേഞ്ച് കൊടുക്കണം. 0 < x < 1. വൈയുടെ റേഞ്ച് അവിടെ കൊടുക്കണം. ആൻഡ് 0 അതർവൈസ്. ഇതേപോലെ f2 ഓഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? 1/2 പ്ലസ് വൈ. അതെ, 1/2 പ്ലസ് വൈ ആണ് റേഞ്ച്. 0 to 0 < y < 1 ആൻഡ് 0 അതർവൈസ്. ഡൗട്ട് ഇല്ലല്ലോ? f1 ഓഫ് എക്സും f2 ഓഫ് വൈയും അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കേ. എക്സ് ഗിവൺ വൈ, വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ f2 ഓഫ് വൈ, അല്ലേ? ഡയറക്റ്റ് ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, അപ്ലൈ ചെയ്യുക. എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് വൈ. സിംപ്ലിഫൈ ചെയ്യാമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടുക. ഇവിടെ എന്തിൻ്റെ റേഞ്ചാണ് കൊടുക്കണ്ടേ? വൈ ഗിവൺ വാല്യൂ ആണ്, അല്ലേ? വൈ ഈക്വൽ ടു സ്മോൾ വൈ ഗിവൺ വാല്യൂ ആണ്. അപ്പം എക്സിൻ്റെ റേഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സും വൈയും റിലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ 0 < x < 1 ആൻഡ് ദിസ് ഇസ് 0 അതർവൈസ്. അതായത് എക്സിൻ്റെ ബാക്കി എല്ലാ വാല്യൂവിലും എഫ് ഓഫ് എക്സ് ഗിവൺ ബൈ 0 ആണ്. അപ്പോൾ ഇതാണ് എക്സിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ഗിവൺ വൈ. അപ്പോൾ ഇതേപോലെ തന്നെ വൈയുടെയും കണ്ടുപിടിക്കാം. എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ f1 ഓഫ് എക്സ്. അവിടെ റേഞ്ച് കൊടുക്കേണ്ടത് 0 < y < 1. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എക്സും വൈയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു e raised to -y. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിരുന്നു. നമുക്കിതിൻ്റെ മാർജിനൽസും കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനും കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സും വൈയും റേഞ്ച് ചെയ്യുന്നത് 0 to ∞ ആണ്. ഓൾസോ ഗിവൺ ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ വൈ. സോ ഇത് വെച്ചിട്ടൊന്നും വേണം നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ വൈ എന്ന്. അപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു വൈൻ്റെ ഒരു ലൈൻ വരയ്ക്കണം. 0 to ∞ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് അൺബൗണ്ടഡ് ആണ്, ഇൻഫിനിറ്റി വരെ പോകുമല്ലോ. അപ്പം എക്സ് ഈക്വൽ ടു വൈൻ്റെ ഇത് വരയ്ക്കണം. ഇനി എക്സ് ലെസ് ദാൻ വൈൻ്റെ ഏരിയ ഏതാണെന്ന് നോക്കണം. അത് നോക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇപ്പം റൈറ്റ് സൈഡിൽ ഒരു 6-3 എന്നുള്ള പോയിന്റ് എടുത്തു. അവിടെ ഏതാണ് ഗ്രേറ്റർ? എക്സ് ആണ് ഗ്രേറ്റർ. അപ്പോൾ ആ ഒരു ഏരിയയിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറയുമ്പം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ്. ആ റീജിയൻ ഏതാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ ആൻസേഴ്സ് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ലെസ് ദാൻ വൈ. ഇനി നമുക്ക് മാർജിനൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. സോ f1 ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ
എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? വൈക്ക് 0 to ഇൻഫിനിറ്റി റേഞ്ച് ഇട്ടാൽ മതിയോ? പോരാ, വൈ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. അപ്പോൾ ആ ഗ്രാഫിൽ വൈ റേഞ്ച് ചെയ്യുന്നത് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. ആ ഒരു ലൈൻ കണ്ടോ? വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള വൈ ആക്സിസിന് പാരലലായിട്ട് ഞാൻ വരച്ചിരിക്കുന്ന വര കണ്ടോ? എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈൻ തൊട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് ആ ഒരു ലൈൻ. സോ വൈ റേഞ്ച് ചെയ്യുന്നത് എക്സ് ടു ഇൻഫിനിറ്റി ആണ്, 0 to ഇൻഫിനിറ്റി അല്ല, എക്സ് ടു ഇൻഫിനിറ്റി. സോ ആ ഒരു റേഞ്ച് ഇട്ട് വേണം എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? f1 of x ഈക്വൽ ടു e റേസ് ടു മൈനസ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അവിടെ എന്താ വൈ എഴുതാത്തത്? കാരണം f1 of x എന്ന് പറയുമ്പം എക്സിൻ്റെ മാത്രം ഫങ്ഷനാണ്. സോ അവിടെ നമ്മൾ വൈ എഴുതേണ്ട ആവശ്യമില്ല. വൈനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്ത് വൈൻ്റെ വാല്യൂ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ വൈനെ അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഇ റേസ് ടു മൈനസ് എക്സ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 0 അതർവൈസ്. ഇനി f2 ഓഫ് വൈ എങ്ങനെയാണ് കാണേണ്ടത്? സോ f2 ഓഫ് വൈ കാണാനായിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ എക്സ് ആക്സിസിന് പാരലലായിട്ട് വരച്ചിരിക്കുന്ന ലൈൻ കണ്ടോ? 0 തൊട്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈൻ വരെ. അപ്പം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 to y. 0 to y e raised to minus y dx. അപ്പോൾ f2 ഓഫ് y കിട്ടിയത് കണ്ടോ? വൈയുടെ മാത്രം ടേംസിൽ അല്ലേ? f1 ഓഫ് എക്സ് എക്സിൻ്റെ മാത്രം ടേംസിലായിരുന്നു. f2 ഓഫ് വൈയുടെ മാത്രം ടേംസിൽ. അപ്പോൾ റേഞ്ച് വരേണ്ടതും വൈയുടെ മാത്രം ടേംസിൽ, 0 ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലെങ്കിൽ സിംപ്ലി y ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 0 അതർവൈസ്. ഇനി ഇവിടെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. നോക്കിക്കേ, എക്സിൻ്റെ കണ്ടീഷണൽ ഡെൻസിറ്റി എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ബൈ f2 ഓഫ് വൈ, അതായത് ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. എന്താണ് കിട്ടിയത്? 1 by y. അതായത് ഫോർ എ ഗിവൺ y the conditional density of x is 1 by y. Range is given by 0 less than x less than y. അപ്പം ഇവിടെ നമ്മുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ റേഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്സ് ലെസ് ദാൻ വൈ ആണ്. അപ്പം കണ്ടീഷണൽ ഡെൻസിറ്റിയിൽ നമ്മൾ ആ റിലേഷനോട് കൂടി വേണം ആ റേഞ്ച് ഇട്ട് കൊടുക്കാൻ. ഇവിടെ മാർജിനൽ ഡെൻസിറ്റി ആണെങ്കിൽ മാത്രം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി കൊടുക്കുക. കണ്ടീഷണൽ ഡെൻസിറ്റി ആകുമ്പം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ആണ് കൊടുക്കേണ്ടത്. ഇനി ഇതാണോ കറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ അല്ലേ? അപ്പം വൈയുടെ എക്സിൻ്റെ ടേംസിലാണ് വരിക. അപ്പം എക്സിൻ്റെ ഫങ്ഷനായിട്ട് വന്നിട്ടില്ല, എക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണോ കണ്ടീഷണൽ ഡെൻസിറ്റി എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് എടുത്ത് നോക്കുക. അതായത് 0 to y 1 by yനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ ആൻസർ വരുന്നത് 1 തന്നെ വരും. 1 വരുവാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണ്, അല്ലെങ്കിൽ തെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ? എക്സിൻ്റെ ഫംഗ്ഷനാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ 1 കിട്ടി. അപ്പം ഇത് കണ്ടീഷണൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ y ഗിവൺ എക്സ് കണ്ടുപിടിക്കാമല്ലോ. അവിടെ എന്താ റേഞ്ച് വരിക? എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി. ആ ഒരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ റേഞ്ചിനുള്ളിലെ ഇൻഡിപെൻഡൻസും റേഞ്ചിനുള്ളിലെ റിലേഷൻ നോക്കി. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഡിപ്പെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ് എക്സും വൈയും. എക്സും വൈയും ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് റേഞ്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണ്. അവിടെ ഇൻഡിപെൻഡൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണോ അതോ വെറുതെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി, ഏത് ഫോമിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം
മാർജിനലിലും കണ്ടീഷനിലും നമ്മൾ റേഞ്ച് ഇട്ട് കൊടുക്കാൻ. മാർജിനലിൽ വ്യത്യാസമൊന്നും വരത്തില്ല, പക്ഷെ കണ്ടീഷണൽ വരുമ്പോൾ ആ ഒരു റിലേഷനും കൂടെ കാണിച്ച് വേണം നമ്മൾ റേഞ്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത്രയാണ് മാർജിനൽ ആൻഡ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ്. ഇതിൻ്റെ ബേസിസിലുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ട് ചെയ്ത് നോക്കുക, വേറെ പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.